ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈവിൽ വന്ന് സംസാരിക്കാം. കമന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ കമന്റ്സും കാണുന്നുണ്ട്. പക്ഷെ അതിൽ വരുന്ന കുറേ ആളുകളുടെ ഫ്രസ്ട്രേറ്റഡ് കമന്റ് കാണുമ്പോൾ എനിക്ക് തന്നെ അവരോട് പുച്ഛം തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്വന്തം പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ ആദ്യം ചെയ്യുക എന്താണെന്നറിയോ, കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷനിൽ മാറി നിൽക്കാൻ പഠിക്കാം. ഞാൻ ഈ ലൈവിൽ വരുന്ന ഒരു കമന്റും മ്യൂട്ട് ചെയ്യാത്തതും ബ്ലോക്ക് ചെയ്യാത്തതും നിങ്ങൾക്ക് വീണ്ടും 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 അവസരം തരികയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഫ്രസ്ട്രേഷൻസും ഇവിടെ കമന്റ് ചെയ്തു, നോ പ്രോബ്ലം. പക്ഷേ വൺസ് നിങ്ങളത് റിയലൈസ് ചെയ്യും, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് റിയലൈസ് ചെയ്യും, അന്ന് നിങ്ങൾ എൻ്റെ വാക്ക് ആലോചിക്കും. ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടോ നോക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹായ്, മലയാളിയാണല്ലേ? ഞാൻ വിചാരിച്ചത് ആരാടാ എന്റെ ലൈവിൽ വരുന്ന. ചോദിച്ചോളൂ. തെറ്റിദ്ധരിക്കില്ല, ചോദിച്ചോളൂ. ഓക്കെ ഓക്കെ ഫൈൻ. ഇതിനുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ഓക്കെ, സംസാരിക്കണം. കാരണം നിങ്ങളോട് ഞാൻ റെസ്പെക്ട് കീപ്പ് ചെയ്യുന്നത്, എന്നെ ചോദ്യം ചെയ്യാൻ എന്റെ ഹോസ്റ്റിംഗ് ഷോയിൽ വന്നപ്പം ഞാൻ അതിനുള്ള ആൻസർ തരുമ്പം സെയിം നിങ്ങൾ ഈ ടോപ്പിക്കുമായിട്ട് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. അല്ല, ടോപ്പിക് ഓൾറെഡി കേട്ടല്ലോ. എന്താണ് ടോപ്പിക്കാ? ഓക്കെ, ഞാൻ പറയാം. ഞാൻ ആൻസർ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്നത് ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഞാൻ ഓൾറെഡി ശരി, ഞാൻ ഓൾറെഡി എന്റെ ലൈവിൽ പല തവണയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയാണ്. എന്നെ ആരും ഫോളോ ചെയ്യണം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടോ ഇല്ലേ? ഇല്ല. എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളെ തിരിച്ച് ഫോളോ ചെയ്യാമെന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഉണ്ടോ ഇല്ലേ? ഫോളോ ചെയ്യുന്ന ആളുകളെ തിരിച്ച് ഫോളോ ചെയ്യണമെന്ന് എവിടെയും റൂൾ ഇല്ല. ഉണ്ടോ ഇല്ലേ? ഇല്ല. അതായത് ഫോളോ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ തിരിച്ച് ഫോളോ ചെയ്യുന്നത് എന്റെ ഇഷ്ടമാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഷോ ചെയ്യുന്ന ആളാണ്. ഇത് ഒരു ടോക്ക് ഷോ പോലെ പോകുന്ന ആളാണ്. അതുപോലെ ഈ ടോക്ക് ഷോയിൽ നെക്സ്റ്റ് 10K ഫാമിലി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ടോക്കർ, ബെസ്റ്റ് കമന്റർ, വീക്ക്ലി വ്യൂവർ, ഏതെങ്കിലും ഒരു TV ഷോയിൽ കാണുന്ന പ്രോഗ്രാം പോലെ ഡെവലപ്പ് ചെയ്യുന്ന ഈ പ്രോഗ്രാം എന്തിനാണ് ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യേണ്ട ആവശ്യം? 10K ഫോളോവർ ആയാൽ ഞാൻ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കിപ്പോ നിലവിൽ സ്പോൺസേഴ്സ് ഉണ്ട്. ഞാൻ എപ്പോഴാണോ എന്റെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പോൺസേഴ്സിന്റെ പേജ് ആയിരിക്കും ഞാൻ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ ആ പേജ് ഫോളോ ചെയ്യണം. എനിക്കൊരു ഗിഫ്റ്റ് തരുന്നവരെയോ എനിക്ക് ഗിഫ്റ്റ് വേണമെന്ന് ഞാൻ ആരോടും പറയാറില്ല. എനിക്ക് ഗിഫ്റ്റ് തരാത്ത നിങ്ങൾക്ക് പോലും ഈ റിക്വസ്റ്റ് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് എന്തുകൊണ്ടാണ്? ബ്രോ, ഇപ്പം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ഒരു ഗിഫ്റ്റ് അല്ല. ഫസ്റ്റ് ഞാൻ എന്റെ ബയോ വായിച്ചായിരുന്നോ? ബയോ ആദ്യം വായിക്കുക. എനിക്ക് പ്രമുഖയാകാൻ ഈ ടിക്ടോക്കിൽ ഏപ്രിൽ 13 തുടങ്ങിയ ഈ അക്കൗണ്ട് വേണ്ട. ഞാൻ ഓൾറെഡി മലനാട് ചാനലിലെ ആങ്കറാണ്. ഓക്കെ, മലനാട് ചാനൽ എറണാകുളം തണ്ടർ ഫോഴ്സ് മേജർ രവി സാർ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ചാനലിലെ ആങ്കറാണ് ഞാൻ. എനിക്ക് സാർ ആരാന്ന് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ ഈ പ്രമുഖ എന്നുള്ള വേർഡിനുള്ള ആൻസർ പറഞ്ഞാണ്. സാറിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെയാണ് സംസാരിക്കുന്നത്. എനിവേ സാറിന്റെ ഐഡന്റിറ്റി എന്തിനാണ് മറച്ചു വെക്കുന്നത്? ഇത്രയും വലിയ ഐഡന്റിറ്റി ഉള്ള ഒരാൾ ഈ ഫേക്ക് ഐഡി എന്തിനാണ് സംസാരിക്കുന്നത്? അതാണ് സാറ് കാണിക്കേണ്ട മാന്യത. സാറിന്റെ ഐഡന്റിറ്റി ഒരു പെണ്ണിന്റെ ഫോട്ടോ ഇട്ടിട്ടുള്ള സാറിന്റെ ഐഡന്റിറ്റിയിൽ കോൺഫിഡൻസ് ഇല്ല. നിങ്ങളുടെ കോൺഫിഡൻസ് കാണിച്ചിട്ട് വേണം നിങ്ങൾ ലൈവിൽ സംസാരിക്കാൻ. സാറിന് അത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. സാറിന് ഒരു പെണ്ണിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് കളിക്കുന്നത്. അല്ല താങ്കൾ പറഞ്ഞില്ലേ ഞാൻ ഫോളോ ചെയ്യാൻ. എനിവേ മൈസെൽഫ് റാക്ക്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക് ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഒന്ന് സംസാരിക്കാം.
ഫേക്ക് ഐ ഡി വരുന്ന ആളുകൾക്ക് റിക്വസ്റ്റ് എടുക്കുന്നത് പോലും എന്റെ മാന്യത. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആൻസർ പറഞ്ഞത് എന്റെ മാന്യത. പക്ഷെ സ്വന്തം ഐഡന്റിറ്റിയിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാള് ഫേക്ക് ഐ ഡി വന്നിട്ട് ഞാൻ 100 ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഹൗ ഐ ട്രസ്റ്റ്? ഐ ഡോണ്ട് കെയർ. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും എന്റെ ഷോയിൽ വന്നിട്ട് പട്ടി ഷോ കാണിക്കാൻ നിങ്ങളുടെ അവസരം ഞാൻ തരില്ല. എന്റെ ഷോ ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതിന്റെ തന്റെ ഇടം, അഹങ്കാരം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, എനിവേ നെക്സ്റ്റ് ടോണി. അമ്മോ ചൂടെടുക്കുന്ന AC ഓൺ ആക്കായിരുന്നു. യെസ് ടോണി, വെൽക്കം ടു മൈ ലൈവ് സെക്ഷൻ. ഞാൻ AC ഓൺ ആക്കിയല്ലോ. ടോണി കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഞാൻ ഒന്ന് AC ഓൺ ആക്കിയിട്ട് ഓടി വരട്ടെ. AC ഓൺ ആക്കിക്കോട്ടെ. അയ്യോ ചൂടെടുത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഹായ് 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 പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ ടോണി? എന്താ ടോപ്പിക്? ടോപ്പിക് ഡേ ഇൻ മൈ ലൈഫ് ആണ്. നമ്മുടെ ലൈഫ് എങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്, അതുമൂലം ഉണ്ടായ പോസിറ്റീവ്സ് കാര്യങ്ങള്. ഷെഡ്യൂൾ ചെയ്ത ഒരാളാണോ അതോ